ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശുദ്ധ കാബാലയത്തിന് അസ്ഥിവാരമിട്ടു. ഇസ്മായിൽ നബി കല്ലുകൾ ചുമന്നുകൊണ്ട് കൊടുത്തു. ഇബ്രാഹിം നബി അത് വാങ്ങിപ്പടുത്തു. ചുമരുകൾ ഒരാൾ ഉയരത്തിൽ പൊങ്ങി. പിന്നീട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം കയറി നിന്ന് പടുക്കാൻ ഒരു കല്ല് ഇബ്രാഹിം നബിക്ക് ഇട്ടുകൊടുത്തു. അതിൽ കയറി നിന്ന് പടുത്തു. ഓരോ ഭാഗങ്ങളിലേക്കും ആ കല്ല് മാറ്റിയിട്ട് കൊടുത്തു. ആ കല്ലാണ് സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന മക്കാമു ഇബ്രാഹിം. ആ കല്ലിൽ ഇബ്രാഹിം നബിയുടെ കാൽപാദം ചെളിയിലെന്ന പോലെ പതിഞ്ഞ് ഇന്നും നമുക്ക് അത് വിശുദ്ധ കാബാലയത്തിൻ്റെ അടുത്ത് ചില്ലുകൂട്ടിൽ കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തിയ കാബയുടെ ഉയരം 9 മുഴവും വീതി 30 മുഴവും നീളം 22 മുഴവും ആയിരുന്നു. ഹിജ്റ ഇസ്മായിൽ എന്ന ഭാഗം 7 മുഴം നീളമുള്ളതായിരുന്നു. അതും മന്ദിരത്തിൽ ഉൾപ്പെട്ടതായിരുന്നല്ലോ. മുമ്പ് അവിടെയായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആടുകളെ പാർപ്പിച്ചിരുന്നത്. കാബയുടെ കിഴക്ക് മൂലയിലായിരുന്നു ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും ഹജറുൽ അസ്വദ് സ്ഥാപിച്ചിരുന്നത്. കാബയിൽ കല്ലുകൾ ഉയരത്തിൽ അടുക്കി വെച്ചതല്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച മന്ദിരത്തിന് മേൽക്കൂര ഉണ്ടായിരുന്നില്ല. 2 വാതിലുകളും വാതിലിൻ്റെ അടുത്ത് ഒരു ഖജനാവും ഉണ്ടാക്കിയിരുന്നു. വിശുദ്ധ മന്ദിരത്തിലേക്ക് കാഴ്ചകളും സമ്മാനങ്ങളും വന്നാൽ അത് സൂക്ഷിക്കാനായിരുന്നു ഖജനാവ്. വിശുദ്ധ കാബാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇബ്രാഹിം നബിയോട് ലോകജനങ്ങളെ ആകമാനം ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് തീർത്ഥാടനത്തിന് ക്ഷണിക്കുവാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. വിശുദ്ധ ഖുർആനിൽ 22-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, ഇബ്രാഹീമിനോട് നാം പറഞ്ഞു, ഹജ്ജ് നിർവഹിക്കുവാൻ ജനങ്ങളിൽ വിളംബരം നടത്തുകയും ചെയ്യുക. എന്നാൽ കാൽനടയായും വിദൂര ദിക്കുകളിൽ നിന്നും മറ്റും വന്നുകൊണ്ടിരിക്കുന്ന മെലിഞ്ഞ വാഹനപ്പുറത്ത് കയറിയും അവർ താങ്കളുടെ അടുത്തേക്ക് വന്നെത്തുന്നതാണ്. ഇബ്രാഹിം നബിയുടെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് കഅബയെ ലക്ഷ്യമാക്കി മക്കയിലേക്ക് അറേബ്യയുടെ വ്യത്യസ്ത ഭൂവിഭാഗങ്ങളിൽ നിന്നും പുറം നാടുകളിൽ നിന്നും തീർത്ഥാടകർ വന്നുകൊണ്ടിരുന്നു. വർഷത്തിൽ ഒരു തവണയായിരുന്നു അവിടത്തേക്കുള്ള വലിയ തീർത്ഥാടനം അഥവാ ഹജ്ജ് യാത്ര. എന്നാൽ ചെറിയ തീർത്ഥാടനങ്ങൾ എപ്പോഴും മക്കയെ തിരക്കുള്ള പട്ടണമാക്കി. തീർത്ഥാടനങ്ങൾ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും നിജപ്പെടുത്തിയ അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായാണ് നടന്നു പോന്നിരുന്നത്. മകൻ ഇസ്ഹാഖ് നബിയുടെ പാരമ്പര്യത്തിൽപ്പെട്ടവരും ഇബ്രാഹിം നബിയുടെ പൈതൃകം ഉറങ്ങുന്ന മക്കയെ വലിയ ആദരവോടെ പരിഗണിച്ചു. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും കാലഘട്ടത്തിന് ശേഷം അമാലിക്കുകളും ജുർഹൂം ഗോത്രവുമാണ് കാബയുടെ ഭരണം നടത്തിയിരുന്നത്. ഇസ്മായിൽ നബിയുടെയും മാതാവ് ഹാജറ ബീവിയുടെയും ഖബറുകൾ ഉണ്ടായിരുന്നത് ഹിജ്ർ ഇസ്മായിലിൽ ആയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ജുർഹൂം ഗോത്രത്തിന് ശേഷം ഖുസാഅ ഗോത്രം കാബയുടെ അധികാരം പിടിച്ചെടുത്തു.